നമ്മൾ പുഴയുടെ ഭംഗി നോക്കി, അടിപൊളി. സൂര്യകിരണങ്ങളും രശ്മികളും ആറാംസെ പെരിയാർ പുഴയിലേക്ക് പതിയുന്നത് കാണാൻ എന്ത് രസം നോക്കി. അതിൻ്റെ മീൻ കിട്ടാത്ത 3 സാധനങ്ങളും വെറുതെ ഒന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് 3 സാധനങ്ങൾ വെറുതെ ഇരുന്ന് നീക്കുന്നുണ്ട്. ഒരു കോപ്പും കിട്ടിയല്ല. വാട്ടേ പെട്ടിക്കടാ, ഇത് രസമാണെങ്കിൽ അങ്ങകല മല മങ്ങി നിൽക്കുന്നു. മലനിരകൾ ഇങ്ങനെ നിൽക്കണോ അവിടെ കേട്ടേക്കുണ്ട്. ഹായ്, മങ്ങളോടുകൂടി കാണാൻ പറ്റും. ചൂണ്ട ഒടിഞ്ഞു കേട്ടോ. ചേറ് മൽപ്പാൻ ചേരാൻ ചൂണ്ട ഒടിഞ്ഞു കേട്ടോ. എനിക്കൊന്നും ചെയ്യാൻ പറ്റായിരുന്നു. എൻ്റെ പൊന്നടാ, ചൂണ്ട ഒടിഞ്ഞു. സാധനം മുതൽ സാധനം ചൂണ്ട ഒടിഞ്ഞു പോയി. ഒന്നും ചെയ്യാൻ പറ്റാതെ പോയി. വന്യ സാധനം ഇല്ല. ഇവിടെ നിന്ന് ഒടിഞ്ഞാണ് കറക്റ്റ് ജോയിൻ്റ്. വള്ളിയും പിടിക്കാനാ എന്താലേ കൈ മുറിഞ്ഞും ചെയ്തു. കൈ മുറിഞ്ഞ ഞാൻ പൊക്കിയില്ലേ. പൊന്നടാ, എന്തായാലും ഉണ്ട് മോന്തക്ക. കൈ മുറിഞ്ഞൂടെ പേ, കൈ മുറിഞ്ഞുണ്ടേ. ആ വള്ളിയും പിടിക്കാൻ വേണ്ടി നോക്കി ഇതിനും സിക്കൊടിഞ്ഞു. ഹെവി ലോഡാണ് കേട്ടോ, അതുകൊണ്ടാണ് സ്റ്റിക്ക് ഒടിഞ്ഞത്. അല്ലെങ്കിൽ സ്റ്റിക്കിനൊന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോൾ കറക്റ്റ് ജോയിൻ്റ് വെച്ചാണ് നമുക്ക് ഒടിഞ്ഞേക്കണേ. എന്ത് ഒടിയെന്ന് അറിയാവുന്നത്, ജോയിൻ്റ് വെച്ചാണ് ഒടിഞ്ഞത്. നമുക്കിനി അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്റ്റിക്ക് മൊത്തത്തിൽ മാറേണ്ട തോന്നണേ. എൻ്റെ ഉള്ളിലാണ് ഇത് പകുതി പീസിരിക്കുന്നത്. ഇതെന്താ സംഭവം എന്നിട്ടേ തൊട്ടടുത്തുനിന്ന് അടിച്ചത്. ഫുൾ ഓടും വന്നുക റാ പോലെയായി. എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ അടുപ്പിക്കാനുള്ള ഇതുമല്ല, അവൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ. ഞാൻ അതതിന് ചിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊക്കി ഒരു തടയായിട്ടൊന്നും വേണമല്ലോ, എത്രയും പൊക്കത്തുനിന്നല്ല പൊക്കിയത്. അപ്പോൾ ഞാൻ ഇച്ചിരി പൊക്കി ഒന്ന് കയറ്റി വെക്കാന്ന് പറഞ്ഞപ്പോൾ ഒടിഞ്ഞു. ഛേ, സാധനം ചെറുതല്ല കേട്ടോ, 1.5 മുതലാട്ടോ. എൻ്റെ കാല് കണ്ടോ നിങ്ങൾ, അന്യായ മുതലാണ്.
റോഡ് നനങ്ങാടുക്ക് എനിക്ക് പറഞ്ഞാൽ തന്നതിൻ്റെ ഞാൻ ഒക്കെ കൂടി തരൂട്ട പിടിച്ച് സ്റ്റിക്ക് ഒടിഞ്ഞു പറി എന്നിട്ട് അവൻ്റെ അഭ്യാസം തീർന്നുള്ള എന്താ എന്നിട്ട് വായും കഴിച്ചിട്ടാകും. ചേറിൻ്റെ അണ്ണാക്കണ്ട അതിൻ്റെ ഉള്ളിൽ പോയി സാധനം ഇരുന്നിട്ട് ഊരാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പർലാൻ ഡെക്കാത്രമാണ് ഈ സാധനം ഒരുവിധപ്പെട്ട ചേറിൻ്റെ ബ്രാലിൻ്റെ ഒക്കെ വായിലേക്ക് ഇറങ്ങിപ്പോയിക്കോളും. ഊരാൻ സുഖമാണ് കേട്ടോ അത്. പിന്നെ ഇതറിയാലോ ലിപ്പർ നോയിബാണ്. ഇതിൻ്റെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക്ക് ഉണ്ടോ ഇതിങ്ങനെ തള്ളിപ്പിടിക്കുക എന്നിട്ട് ഇങ്ങനെ അടി കഴിഞ്ഞാൽ നമുക്ക് ഡബിളാക്കാം. സ്ട്രോങ് ആണ് നോയിബി, സ്ട്രോങ് സാധനമാണ് നോയിബി, പൊളി സാധനമാണ്. അപ്പം എങ്ങനെ ഒരു അടിപൊളി മീൻ അടിപൊളി ചേർന്ന് കിട്ടിയാണ്ട് ഒരു 3 കിലോ എന്തായാലും ഉണ്ടാവും. സുഹൃത്തുക്കളെ അടിപ്പൻ ഗംഭീരം ചേർന്നിട്ടാണ് 1.5 റോഡ് ഒടിഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കാണിക്കാൻ പാകത്തിനൊരു മുതലിനെ കിട്ടിയാണ്ട് ഇത്ര നേരം യാത്ര ചെയ്ത് കണ്ടുപിടിച്ചാണ് ലൊക്കേഷനിൽ നിന്ന് കിട്ടിയാണ് സാധനം. ചെറുതല്ല ഇത് വലിപ്പിച്ച് നീട്ടി കാണിക്കുന്നതല്ലേ. എൻ്റെ കൈയൊക്കെ ചുരുണ്ട് ഇരിക്കണേട്ടേ ഇത് എന്താ പൊന്നടോ. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടില്ലായിരുന്നു വീഡിയോയിൽ. അപ്പോൾ ഇതൊരു മുതൽ തന്നെയാട്ടാ. ഓക്കെ അല്ലേ? Voilà. 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 Voilà.
അടിക്കടാ ബല പൊളിക്കടാ. അവിടെ ഇറങ്ങി നിർത്തേ നീ എടുത്തേ ചിക്കൻ ഇവിടെ തട്ടി ഇവിടെ തട്ടി പൊളിച്ചടാ എനിക്ക് ബാലിന് രണ്ടാമത്തെ ഇപ്പൊ 2 ചെയറായിട്ടാ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ വന്നു ഒരെണ്ണം എടുത്തു, അതിന്റെ തൊട്ട് പിറകെ ഏറെടുക്കണ കണ്ടു, കറക്റ്റ് സ്ഥലത്ത് സ്പോട്ടിൽ വീക്കി സാധനം ജമ്പൂട്ടൻ പൊളിപ്പം സാധനം. കില്ലർ ഫ്രോഗ് ഇട്ടാ നമ്മുടെ കില്ലർ മാശാൻ. അതിൻ്റെ വൈറ്റ് ഫ്രോഗിൽ റെഡ് വായി, ചോര നിറഞ്ഞ വായി, അതിൽ റെഡ് ലൈനും കറക്റ്റ് മാച്ചിങ്. അടിപൊളി. ആ കളറൊക്കെ കണ്ട ഇപ്പം തന്നെ കടിതരാണോ. പൊളിക്കടാ എനിക്ക് ബാലിന് രണ്ടാമത്തെ. ഇപ്പോൾ നമ്മൾ ഇന്നലെ വന്നിട്ട് കുറേ നേരം പൊക്കി. അവിടെ തന്നെ നമ്മൾ രണ്ടാമത്തെ സെക്കൻഡ് ഡേ ഉണ്ടാ അടുത്ത സാധനത്തിനെ പൊക്കിയുണ്ട്. പോലീസ് സാധനം എന്ന് പറഞ്ഞാൽ പോലീസ് സാധനം ഒരു രക്ഷയില്ല. എന്ത് സ്ട്രൈക്കായിരുന്നു പറയുക. പറഞ്ഞാൽ നമ്മുടെ ഇത് മിസ്സായി. ഇക്ബാൽ അതിന് വേണ്ടി അതേ ആ മിസ്സായതല്ലാട്ടെ കയറിക്കണേ, മിസ്സായതിനെ വേദനിച്ചാൽ പോയേക്കണേ. അപ്പോൾ അടുത്തതിനെ കയറിയുണ്ട്.